നമസ്കാരം. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 പരസ്പര വിശ്വാസത്തോടുകൂടി 2025 തുടങ്ങി വെച്ചതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അന്വേഷണങ്ങളും ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി 2025 ഉണ്ടായിരുന്നു. 2026 സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകുവാനും ജൂൺ മാസം മുതൽ പുതിയതായിട്ടുള്ള ഒരു ഗൃഹം വാങ്ങിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ജോലിയോടൊപ്പം പഠിക്കാനും പഠിപ്പിനോടൊപ്പം ജോലി ചെയ്യാനുമുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുള്ളത് കൊണ്ട് വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ സഹോദരങ്ങൾ തമ്മിൽ വസ്തുതർക്കമുണ്ടാകുമോ എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും മിഥ്യാധാരണകളായി ഇരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം വന്നു ചേരുവാൻ ഇടയുണ്ട്. അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്ത് തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന വിദേശ പര്യടനം, വിദേശയാത്ര, വിദേശ ഉദ്യോഗം, വിദേശത്ത് പഠിക്കാനുള്ള അവസരം, ഈ കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും നിലവിലുള്ള സ്ഥാപനത്തിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള ഇന്ത്യയിലുള്ള സ്ഥാപനത്തിലേക്ക് മാറ്റങ്ങളൊക്കെ അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഒരുപക്ഷെ ഭാവിയിലേക്ക് ഇന്ത്യയിലായിരിക്കും ഗുണകരമായി തീരുക എന്ന ധാരണയോടുകൂടി തന്നെ അതിനുള്ളൊരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് നിലവിൽ ജോലിക്ക് അപേക്ഷിക്കാതെ തന്നെ ഉപരിപഠനത്തിന് ചേരുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷവും അതേപോലെ തൃപ്തിയായിട്ടുള്ള വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ, പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയിലെല്ലാം തൃപ്തികരമായുള്ള രീതിയിൽ അനുകൂലമാകും വിധത്തിൽ വിജയം കൈവരിക്കാനിടവരും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്താൽ സ്ഥാപനത്തിന് ഏറ്റവും അനുയോജ്യമായുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും യോഗം കാണുന്നുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള അവസരം വന്നു ചേരും. പരസ്പര വിശ്വാസത്തോടുകൂടി പുതിയതായുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനോ അവലംബിക്കുവാനോ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങളും വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഗുരുകാരണവന്മാർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയോടുകൂടി സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണകരമായി തീരും. നിലവിലുള്ള വ്യാപാര, വിപണന, വിതരണ മേഖലകളും വ്യവസായ സ്ഥാപനങ്ങളും വിപുലീകരിക്കുവാനായിട്ട് ധനസമാഹരണ യജ്ഞം വളരെ ഗുണകരമായി തീരുവാനും അത് 2026 ജൂൺ മാസം മുതൽ അത് കൃത്യമായുള്ള രീതിയിൽ വിപുലീകരിക്കാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. തൊഴിൽ സാധ്യതകളോട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വ്യക്തിപരമായിട്ടും പ്രസ്ഥാനത്തിനും എല്ലാ പ്രകാരത്തിലും നേട്ടം ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും സ്വന്തം പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം നടത്തിക്കൊണ്ട് ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ഉദര നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഈ ഉത്തര നക്ഷത്രക്കാർ തന്നെ വളരെ ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം, അതിലുപരി പരിഗണനാ സ്വഭാവത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഒരു പരിധിവരെ അതിജീവിക്കാൻ സാധിക്കുന്നതുമാണ്. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്.
പാരമ്പര്യ വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരും. പുതിയ ഭരണപരിഷ്കാരം അവലംബിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യത വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു ചേരുവാനും മംഗളകർമ്മങ്ങൾക്ക് പങ്കെടുക്കുവാനും പുണ്യതീർത്ഥയാത്രകൾക്കും യോഗമുണ്ട്. മറ്റു ചിലർക്ക് അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അനുചിത പ്രവർത്തികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കാൻ അവസരം വന്നു ചേരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികൾ പറയുന്ന കാര്യങ്ങളും ജീവിത പങ്കാളിയുടെ ആശയങ്ങളും തനതായിട്ടുള്ള അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ മേഖലകളിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. അഭൂതപൂർവമായിട്ടുള്ള വളർച്ച തൊഴിൽ മണ്ഡലങ്ങളിൽ വന്നു ചേരുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പ് ഉണ്ടാകുവാനിടയുണ്ട്. വൈജ്ഞാനികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങളും ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ വർഷം മറ്റ് മേലധികാരികൾ അല്ലെങ്കിൽ സ്ഥാനമാറ്റം പോയിട്ടുള്ള മേലധികാരികൾ ചെയ്തു വച്ചതായിട്ടുള്ള പല വിധങ്ങളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വർഷം ജൂൺ മാസം മുതൽ കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പൊതുവെ എല്ലാ പ്രകാരത്തിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ഉണ്ടാവുക. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും വളരെ ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടിയാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതാണ് 2026 ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.